മനസ്സിൽ ഉണരും ആയിരം വസന്തം, മനസ്സിൽ ഉണരും യേശുവേ നിൻ ഗാനം ആലപിക്കുമ്പോൾ, യേശുവേ നിൻ ഗാനം ആലപിക്കുമ്പോൾ, നിൻ തിരുനാമമെന്നാവിലുണരുമ്പോൾ ആയിരം താരകൾ പൂക്കും. കുഞ്ഞുങ്ങൾ പുഞ്ചിരി തൂകും സ്വരത്തിലും നിൻ ഗാനം, പൂക്കൾ തൻ സുഗന്ധത്തിലും തീരാത്ത നിൻ സാമീപ്യം. ആയിരം വസന്തം മനസ്സിൽ ഉണരും, ആയിരം വസന്തം മനസ്സിൽ ഉണരും. ദുഃഖമറിയും മാനുഷർ നിൻമുഖം കാൺമാൻ കൊതിപ്പൂ, നിൻ ദുഃഖമറിയും മാനുഷർ നിൻമുഖം കാൺമാൻ കൊതിപ്പൂ. നിന്നെ അറിയുന്നോരാരും ഈ ഉലകിൽ ആനന്ദം നേടാതടങ്ങുകില്ല. നിന്നെ അറിയുന്നോരാരും ഈ ഉലകിൽ ആനന്ദം നേടാതടങ്ങുകില്ല, ആനന്ദം നേടാതടങ്ങുകില്ല. ആയിരം വസന്തം മനസ്സിൽ ഉണരും, ആയിരം വസന്തം മനസ്സിൽ ഉണരും. നിൻ ദിവ്യപാദം തേടുവോ വയലിലെ പൂ പോലെ ശോഭിതം. നിൻ ദിവ്യപാദം തേടുവോ വയലിലെ പൂ പോലെ ശോഭിതം. നിന്റെ മനോഹര ജീവിതം നേടുവാൻ പരസ്പര സ്നേഹം നുകരും. നിന്റെ മനോഹര ജീവിതം നേടുവാൻ പരസ്പര സ്നേഹം നുകരും, പരസ്പര സ്നേഹം നുകരും. ആയിരം വസന്തം മനസ്സിൽ ഉണരും, ആയിരം വസന്തം മനസ്സിൽ ഉണരും യേശുവേ നിൻ ഗാനം ആലപിക്കുമ്പോൾ, യേശുവേ നിൻ ഗാനം ആലപിക്കുമ്പോൾ, നിൻ തിരുനാമമെന്നാവിലുണരുമ്പോൾ ആയിരം താരകൾ പൂക്കും. കുഞ്ഞുങ്ങൾ പുഞ്ചിരി തൂകും സ്വരത്തിലും നിൻ ഗാനം, പൂക്കൾ തൻ സുഗന്ധത്തിലും തീരാത്ത നിൻ സാമീപ്യം. ആയിരം വസന്തം മനസ്സിൽ ഉണരും, ആയിരം വസന്തം മനസ്സിൽ ഉണരും. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 16-ാമത്തെ സംഘത്തിനെടുക്കാം. 16-ാം സംഘം 10-ാം വാക്യം നമുക്ക് വായിക്കാം. നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിൻ്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയില്ല. കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. യേശുക്രിസ്തു ജീവിക്കുന്നു. യേശുക്രിസ്തു ദ്രവത്വം കണ്ടില്ല. യേശുക്രിസ്തുവിൻ്റെ ശരീരം ദ്രവിച്ചില്ല. യേശുക്രിസ്തു ദ്രവത്വം കണ്ടില്ല. യേശുക്രിസ്തു പാതാളത്തിലേക്ക് പോയത് വിടുവിക്കുവാനാണ്, പാതാളത്തിൽ കിടക്കുവാനല്ല. പാതാളത്തിൽ ബന്ധനസ്ഥനായി കിടക്കുന്നവരെ വിടുവിക്കുവാനാണ്. പാതാളത്തിൽ ബന്ധനസ്ഥനായി അനേകർ കിടക്കുന്നുണ്ടായിരുന്നു. അനേകർ മനുഷ്യജാതി
ഉണ്ടായ കാലം മുതൽ അനേകർ പാതാളത്തിൽ ബന്ധനസ്ഥരായി കിടക്കുകയായിരുന്നു. അവരിടയിലേക്ക് യേശു കടന്നു ചെന്നു. അവരോട് കർത്താവ് സുവിശേഷം അറിയിച്ചു. ദൈവത്തിന് സ്തോത്രം. പാതാളത്തിലേക്ക് കർത്താവ് കടന്നു ചെന്ന് കർത്താവ് ആദാമിനെ തട്ടി ഉണർത്തി. ആദാമേ, നീ നിൻ്റെ പാപത്തെ ഓർത്ത് നീ ഭയപ്പെടേണ്ട. നീ കുറ്റം ചെയ്തതിന് ഞാൻ അടികൾ ഏറ്റിട്ടുണ്ട്. നീ ഏതെങ്കിലും നിന്നതിന് ഞാൻ കയ്പ് കാടി കുടിച്ചിട്ടുണ്ട്. ആദാമേ, നീ ഭയപ്പെടേണ്ട. ദൈവത്തിന് സ്തോത്രം. ദ്രവത്വം കാണുവാൻ സമ്മതിച്ചില്ല. കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. എന്തിനാണ് കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നത്? എന്തിനാണ് ഇന്ന് കർത്താവ് ജീവിക്കുന്നു? അതൊരു യാഥാർത്ഥ്യമാണ്. നിങ്ങൾ എവിടെ പോയാലും കർത്താവിൻ്റെ കണ്ണ് നിങ്ങളെ കാണുന്നു. സൂര്യരശ്മി നാം എവിടെ ചെന്നാലും നമ്മുടെ മേൽ വീശുന്നത് പോലെ, നമ്മുടെ മേൽ പതിയുന്നത് പോലെ, നാം എവിടെ ചെന്നാലും കർത്താവിൻ്റെ കണ്ണ് നമ്മെ കാണുന്നു. കർത്താവ് സർവ്വവ്യാപിയാണ്. കർത്താവ് ഓംനി പ്രസൻ്റാണ്. കർത്താവ് എല്ലായിടത്തും വ്യാപിക്കുന്നവനാണ്. സൂര്യപ്രകാശം എല്ലാ ഭാഗത്തും വ്യാപിക്കുന്നത് പോലെ നമ്മുടെ മേൽ കർത്താവിൻ്റെ ദയാദൃഷ്ടി പതിയുന്നു. ഇപ്പോൾ നിങ്ങൾ ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശുക്രിസ്തു നിങ്ങളുടെ അരികത്തുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കൂ. കർത്താവിൻ്റെ വചനമാണ് നിങ്ങൾ കേൾക്കുന്നത്. വചനം കേൾക്കുമ്പോൾ അത് കർത്താവിൻ്റെ ശബ്ദമാണ്. കർത്താവിൻ്റെ ശബ്ദം ഉണ്ടെങ്കിൽ അവിടെ കർത്താവുണ്ട്. കർത്താവിൻ്റെ ശബ്ദമാണ് കേൾക്കുന്നത്. അതാണ് ദൈവിക വെളിപ്പാട്. ദൈവം നമുക്ക് വെളിപ്പെടുത്തുകയാണ്, തന്നെ വെളിപ്പെടുത്തുകയാണ്. അബ്രഹാമിന് വെളിപ്പെട്ട നിത്യനായ ദൈവം ഇന്ന് നമുക്ക് വെളിപ്പെടുകയാണ്. അബ്രഹാമേ എന്ന് വിളിച്ച നിത്യനായ ദൈവം ഇന്ന് നമ്മെ പേർചൊല്ലി വിളിക്കുകയാണ്. യേശുക്രിസ്തു ജീവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നേക്കും ജീവിക്കുന്ന ക്രിസ്തുവിന് മുമ്പിൽ ഒരു നാൾ നാം ചെന്ന് നിൽക്കേണ്ടി വരും. സത്യമാണ്. എല്ലാ നാവും അടയും, എല്ലാ മുഴങ്കാലും മടങ്ങും. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും അവൻ്റെ മുമ്പിൽ മടങ്ങും. ദൈവം ഇല്ല എന്ന് പറയുന്നവനും അവിടെ നിന്ന് മുട്ടുമടക്കേണ്ടി വരും. ദൈവത്തെ നിഷേധിക്കുന്നവനും അവിടെ നിന്ന് മുട്ടുമടക്കേണ്ടി വരും. സകലമായ മനുഷ്യരും അവിടെ മുട്ടുമടക്കേണ്ടി വരും. കാരണം എല്ലാവരും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് ആത്മലോകത്തിലാണ്. ആ ആത്മലോകത്തിൽ അവിടെ ചെല്ലുമ്പോൾ എല്ലാം ഓർമ്മയിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. നാം ഈ ഭൂമിയിൽ ജീവിച്ച കാലത്ത് ചെയ്തു പോയ തെറ്റുകൾ നമ്മുടെ ഓർമ്മയിലേക്കും അത് വരും. അത് നമ്മെ കടിച്ചുകൊണ്ടിരിക്കും. പുഴു കടിക്കുന്നത് പോലെ കടിച്ചുകൊണ്ടിരിക്കും. അയ്യോ വേണ്ടായിരുന്നു. പുഴു കടിക്കുന്നത് പോലെ കടിച്ചുകൊണ്ടിരിക്കും. വെറുതെ വഴക്കിടണ്ടായിരുന്നു, വെറുതെ അഹങ്കരിക്കണ്ടായിരുന്നു, വെറുതെ ഭിന്നത ഉണ്ടാക്കണ്ടായിരുന്നു, വെറുതെ മത്സരിക്കണ്ടായിരുന്നു. അയ്യോ കഷ്ടം. മരുമകളോട് ഇത്രയും ക്രൂരമായി പെരുമാറുണ്ടായിരുന്നു. അമ്മായിയമ്മയെ വേദനിപ്പിക്കണ്ടായിരുന്നു. ഭർത്താവിനെ അനുസരിച്ചോളാമായിരുന്നു. ഭാര്യയെ വേദനിപ്പിക്കാതെ ആ സാധുവിനെ മർദ്ദിക്കാതിരിക്കാമായിരുന്നു. അയ്യോ എന്ത് പറ്റി എനിക്ക്? അവിടെ ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാകും, എൻ്റെ ജീവിതത്തിൽ വന്നുപോയി ഓരോ പാവവും ഓർമ്മയിലേക്ക് വരികയും എല്ലാം ഇങ്ങനെ കടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. പുഴു കടിക്കുന്നത് പോലെ കടിച്ചുകൊണ്ടിരിക്കും. അതാണ് ചാകാത്ത പുഴു എന്ന് പറയുന്നത്. ചാകാത്ത പുഴു നമ്മുടെ കുറ്റബോധം നമ്മെ കടിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അപ്പോൾ കുറ്റബോധം വന്നാലും അനുഭവിക്കാൻ സാധിക്കുകയില്ല. കാരണം അനുഭവിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തി കളഞ്ഞു. അനുഭവിക്കാനുള്ളതായ സമയം നഷ്ടപ്പെടുത്തി കളഞ്ഞിരിക്കുന്നു. മരണത്തോടുകൂടി അനുഭവിക്കാനുള്ള സമയം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഈ ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതാണ്. നാം ഓരോരുത്തരും ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലം ഓരോരുത്തർക്കും വിലപ്പെട്ടതാണ്. ആ കാലത്ത് വേണം സ്വർഗത്തിന് വേണ്ടി ഒരുങ്ങാൻ, സ്വർഗീയ വാസത്തിന് വേണ്ടി ഒരുങ്ങാൻ, സ്വർഗീയ ജീവിതത്തിന് വേണ്ടി ഒരുങ്ങാൻ. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ വേണം ആ ഒരുക്കം കിട്ടുവാൻ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം ഒരുങ്ങാൻ സാധിക്കുകയില്ല. അതിനുശേഷം സ്വർഗീയ മണവറയിൽ പ്രവേശനം കിട്ടുകയില്ല. മരണത്തിന് ശേഷം കർത്താവിൻ്റെ മഹിമാവിൻ നീരാളം പുതയ്ക്കാൻ കിട്ടുകയില്ല. ഉത്സവവസ്ത്രം ധരിക്കാൻ കിട്ടുകയില്ല. കല്യാണ വസ്ത്രം ധരിക്കാൻ കിട്ടുകയില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ നീതിயின் വസ്ത്രം പൊതിച്ചുകൊണ്ട് വേണം ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകാൻ. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 14 അധ്യായത്തിൻ്റെ 13 വാക്യത്തിൽ പറയുന്നത്, എഴുതുക, ഇന്ന് മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുകയാണ്. കർത്താവിൽ മരിക്കാനിടയാകണം. കർത്താവിൽ ജീവിച്ചാൽ മാത്രമേ കർത്താവിൽ മരിക്കാനിടയാകുകയുള്ളൂ. മരണം നിശ്ചയമാണല്ലോ, ഉറപ്പാണ്. എന്നാൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാരാണ് ഭാഗ്യവാന്മാർ. എല്ലാവരും അല്ല. യേശുക്രിസ്തുവിൽ ജീവിക്കുന്നവർക്ക് യേശുക്രിസ്തുവിൽ മരിക്കാം. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം ഒരു ദിവസം നാം അനുഭവിക്കാൻ പോവുകയാണ്. എന്നാണെന്ന് അറിഞ്ഞുകൂടന്നേ ഉള്ളൂ. ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ചിലപ്പോൾ തൊട്ടടുത്തായിരിക്കാം, നാളെ പ്രഭാതത്തിന് മുമ്പായിരിക്കാം, ആർക്കറിയാം. നാളെ നേരം പുലരുന്നതിന് മുമ്പാകാൻ പാടില്ലാകുകയില്ല, നാളെ സന്ധ്യയ്ക്ക് മുമ്പാകാൻ പാടില്ലാകുകയില്ല. പ്രിയപ്പെട്ടവരെ, സംഭവിക്കാം, നമുക്കറിയാൻ പാടില്ല, എപ്പോഴാണെന്ന് അറിഞ്ഞുകൂടാ. അത് പ്രത്യേക കാരണമൊന്നും വേണ്ട. ഈ മൂക്കലെ ശ്വാസം പോകാൻ കാരണമൊന്നും വേണ്ട. ദൈവത്തിന് സ്തോത്രം. 39 സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയും, യഹോവേ എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ. 4-ാം വാക്യം. യഹോവേ എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ. ഞാൻ എത്ര ക്ഷണികരെന്ന് ഞാൻ അറിയുമാറാകട്ടെ. ഇതാ നീ എൻ്റെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രയാകുന്നു.
മനുഷ്യരൊക്കെയും വെറും നിഴലായി നടക്കുന്നു നിശ്ചയം. അവൻ ധനം സമ്പാദിക്കുന്നു, ആരനുഭവിക്കുമെന്ന് അറിയുന്നില്ല. ധനം സമ്പാദിക്കുന്നുണ്ട്, ആരനുഭവിക്കും ആർക്കറിയാം. നാം ഇന്ന് സ്വരൂപിച്ച് കൂട്ടുന്നുണ്ട്, നാം ഒരു പക്ഷേ വഴക്കടിച്ച് അതിര് മാറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ബഹളം വെച്ച് ഗുരുമാലുകൾ വഴക്കുണ്ടാക്കുന്നുണ്ട്, നാം ശണ്ട കൂടുന്നുണ്ട്. എന്തിന്? ആരനുഭവിക്കുമെന്ന് അറിയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. എപ്പോഴാണ് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതെന്ന് ആരും അറിയുന്നില്ല. ദൈവപൈതലേ, നീ ഓർത്തുകൊള്ളുക, ഇപ്പോൾ ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് എന്തിനാണ്? യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് കരയുന്നവരുടെ കരച്ചിൽ മാറ്റാനാണ്. വായിക്കാം. യോഹന്നാന് സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം വായിക്കാം. ആദ്യം 20-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം, പിന്നീട് 15-ാം വാക്യം. അവർ അവളോട്, സ്ത്രീയെ നീ കരയുന്നത് എന്ത് എന്ന് ചോദിച്ചു. സ്ത്രീയെ നീ കരയുന്നത് എന്തെന്ന് ചോദിച്ചു. 15-ാം വാക്യം. യേശു അവളോട്, സ്ത്രീയെ നീ കരയുന്നത് എന്ത്, ആരെ തിരയുന്നു എന്ന് ചോദിച്ചു. കരയുന്നതെന്ത്? ഇന്ന് മനുഷ്യർ കരയുന്നവരാണ്, കരഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്. പുറമേ കരച്ചിലില്ലാത്തപ്പോഴും അകം കരയുകയാണ്, ഉള്ളു കരയുന്നു. ഉള്ളിൽ സന്തോഷമില്ല, ഉള്ളിൽ സംതൃപ്തിയില്ല, ഉള്ളിൽ നിരാശയാണ്, ഉള്ളിൽ തീ കത്തുകയാണ്, ഉള്ളു വിങ്ങുകയാണ്, ഉള്ളിങ്ങനെ എരിവരിക്കൊള്ളുകയാണ്, ഉള്ള് സമാധാനമില്ലാതെ അഴലുകയാണ്, ഉള്ളം പുകഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ. ഇന്ന് എല്ലാവരുടെയും ഹൃദയം അങ്ങനെ തന്നെയാണ്. ഞാൻ ചിന്തിച്ചു നോക്കി, എവിടെയുണ്ട് സമാധാനം? എവിടെയുണ്ട് സ്വസ്ഥത? എവിടെയുണ്ട് സ്വൈരം? പ്രിയപ്പെട്ടവർ, ഒന്നല്ലെങ്കിൽ ഒന്ന് എല്ലാവരും ഈ അസ്വസ്ഥതയുടെ ലോകത്ത് കഴിയുകയാണ്. അസ്വസ്ഥത, അസമാധാനം, എവിടെയും പുകച്ചിൽ, ഒരു സ്വസ്ഥതയുമില്ല. അകത്തൊരു എരിവാണ്, അകത്ത് ഒരു പുകച്ചിലാണ്, അകത്ത് ഒരു ആധിയാണ്. ഉള്ളിലൊരു ആധിയാണ്, ഒരു ആശങ്കയാണ്. നാളെ എന്ത്? ഒരു ഭയപ്പാടാണ്. പല പ്രശ്നങ്ങളിങ്ങനെ തുറച്ചു നോക്കുന്നു, എങ്ങനെ ഇതിനെ നേരിടും? പല പ്രശ്നങ്ങൾ. എൻ്റെ കർത്താവേ, ഞാനിതിനെ എങ്ങനെ ഫേസ് ചെയ്യും? നിർവാഹമില്ല. മനസ്സിങ്ങനെ പതറിയിരിക്കുകയാണ്. കുടുംബങ്ങളിൽ സ്വസ്ഥതയില്ല, ഭാര്യയും ഭർത്താവും തമ്മിൽ ഐക്യമില്ല, കുടുംബങ്ങളിൽ വഴക്കാണ്, മക്കൾ മാതാപിതാക്കളെ അനുസരിക്കുന്നില്ല, മക്കൾ താന്തങ്ങൾക്ക് തോന്നിയ പോലെ ജീവിക്കുന്നു. അവർക്ക് ഒരു ഡിസിപ്ലിൻ ലൈഫ്, ഒരു അച്ചടക്കമുള്ള ജീവിതം അവർക്ക് വേണമെന്നില്ല. അച്ചടക്കമുള്ള ജീവിതം ഉണ്ടെങ്കിൽ നല്ലതാണെന്നറിയാം, പക്ഷേ അവർക്ക് വേണമെന്നില്ല. അവർക്ക് തോന്നിയതുപോലെ ജീവിക്കണം. മക്കൾ നാനാവിധമായി പോകുന്നു. പഠിച്ചു വന്ന കുട്ടിയായിരുന്നു, പക്ഷേ 10-ാം ക്ലാസ്സിന് മുമ്പ് തന്നെ പഠിത്തം ഉഴപ്പി, എല്ലാം തീർന്നു. കോളേജിൽ ചെന്നപ്പോഴേക്കും എല്ലാം തകർന്നു. പിന്നെ ഡിഗ്രിക്ക് പഠിച്ചപ്പോൾ ക്ലാസ്സിൽ കയറാതായി. തന്നെയല്ല, ഇപ്പോൾ അവൻ നാട് നന്നാക്കാൻ നടക്കുകയാണ്. എന്താണത്? നാട് നന്നാക്കാൻ കൊടി പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. സമരം. എന്താ സമരം? നാട് നന്നാക്കാനാണ്. കാരണം ഉടനെ മന്ത്രിയാകണം. ഇനി അധികം താമസിക്കാതെ മന്ത്രിയാണ്. അതിന് വഴക്കുണ്ടാക്കണം, ബഹളം ഉണ്ടാക്കണം, സമരം ചെയ്യണം. ഇതൊക്കെയാണ് ചിന്ത. വിദ്യാർത്ഥി ലോകം ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസം ഇന്ന് തകർന്നുകൊണ്ടിരിക്കുകയാണ്. കരയുന്ന മാതാപിതാക്കൾ. അപ്പോഴാണ് ഒരു ചോദ്യം വരുന്നു, നീ എന്തിന് കരയുന്നു? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നീ എന്തിന് കരയുന്നു? മകളെ, നീ എന്തിന് കരയുന്നു? യുവാവേ, നീ എന്തിന് കരയുന്നു? സ്നേഹിത, നീ എന്തിന് കരയുന്നു? കരയുന്നവരുടെ കരച്ചിൽ മാറ്റാൻ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. മഗ്ദല മറിയാമിൻ്റെ കരച്ചിൽ മാറി. സ്തോത്രം. ഏങ്ങലടിച്ചുകൊണ്ടാണ് കല്ലറയിൽ നിന്നത്. ഏങ്ങലടിച്ചുകൊണ്ട് നിന്ന മഗ്ദല മറിയാമിന് അപ്പോൾ അവളുടെ ഉള്ളത്തിൽ സമാധാനമായി. സാക്ഷാൽ രക്ഷകനെ കിട്ടി. അയ്യോ, മരിച്ചുപോയി എന്ന് വിചാരിച്ചിരുന്ന യേശു ജീവിക്കുന്നുണ്ട്. മിനിഞ്ഞാന്ന്, വെള്ളിയാഴ്ച മരിച്ചുപോയി എന്ന് വിചാരിച്ചിരുന്ന യേശു ഇപ്പോൾ ഈ ഞായറാഴ്ച രാവിലെ ഞാൻ യേശുവിനെ സജീവമായി കാണുന്നു. എന്തൊരത്ഭുതം, എന്തൊരു സമാധാനം. യേശു മരിച്ചുപോയി എന്നാണ് വിചാരിച്ചത്. ശരിയാണ്, മരിച്ചതാണ്. കല്ലറയിൽ വയ്ക്കുന്നത് ഞാൻ കണ്ടതല്ലേ. കല്ലറയിൽ വെച്ചതാണ്, ഡെഡ് ബോഡി കല്ലറയിൽ വെച്ചതാണ്. പക്ഷേ ഇപ്പോഴെന്ത്? ഇപ്പോൾ ആ യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ദിവ്യശോഭയോടെ, തേജോമയനായി, ആകാര സൗഷ്ഠവത്തോടെ, സൗമ്യനായി, സ്നേഹം തുളുമ്പുന്ന മുഖത്തോടെ, പുഞ്ചിരി പൊഴിയുന്ന വദനത്തോടെ യേശു നിൽക്കുകയാണ്. സ്ത്രീയെ, നീ കരയുന്നത്? എൻ്റെ സ്നേഹിതരെ, ഇന്ന് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കാര്യം ചെയ്യണം. എൻ്റെ കർത്താവേ, എൻ്റെ കരച്ചിൽ നീ ഒന്ന് മാറ്റണമേ. എൻ്റെ ഉള്ളത്തിൻ്റെ കരച്ചിൽ ഒന്ന് മാറ്റണമേ. എൻ്റെ അകം കരയുന്നു, പുറമേ ചിരിക്കുമ്പോഴും അകം കരയുന്നു. എൻ്റെ കുടുംബത്തെ അസ്വസ്ഥത നീ ഒന്ന് മാറ്റി തരണമേ. കുടുംബത്തിൽ സ്വൈരക്കേടെന്ന് മാറ്റി തരണമേ. കർത്താവേ, ഒന്നും ശരിയായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ലല്ലോ, സമാധാനത്തിൽ ഉറങ്ങാൻ പറ്റുന്നില്ലല്ലോ. എൻ്റെ പഠിത്തം മുടങ്ങിപ്പോയല്ലോ. കർത്താവേ, എനിക്ക് നല്ല കാലം ഇല്ലേ? ഒരു നല്ല കാലം തരികയില്ലേ? ചോദിക്കണം നിങ്ങൾ. കർത്താവിനോട് ചോദിക്കുന്നത്, നല്ല കാലം തരികയില്ലേ? എനിക്ക് ശുഭഭാവി തരികയില്ലേ? ശോഭനമായൊരു കാലം എനിക്ക് തരികയില്ലേ? നിങ്ങൾ ചോദിക്കൂ, നിങ്ങൾ ചോദിച്ചു വാങ്ങൂ. സ്ത്രീയെ, നീ കരയുന്നത് എന്ന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് അരിമത്യക്കാരൻ യോസേപ്പിൻ്റെ കല്ലറയുടെ മുഖത്ത് നിന്നുകൊണ്ട് ചോദിച്ചവൻ ഇന്ന് നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങൾ അരികത്തേക്ക് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, മകനെ, നീ എന്തിന് കരയുന്നു? കരയണ്ട എന്നാണ് പറയുന്നത്. നീ ഭാരപ്പെടേണ്ട എന്നാണ് പറയുന്നത്. നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവനൊരു നാളും സമ്മതിക്കുകയില്ല.
ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവരൊരു നാളെ സമ്മതിക്കുകയില്ല. എല്ലാം ഏൽപ്പിച്ചു കൊടുക്കൂ. എല്ലാ ഭാരവും, എല്ലാ ആകുലവും, എല്ലാ ആവലാതിയും, എല്ലാ സങ്കടങ്ങളും എല്ലാം ഏൽപ്പിച്ചു കൊടുക്കൂ. എല്ലാം അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. സ്തോത്രം. അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കാം. ചുമട് നീ ചുമന്ന് വലയണ്ട. കുഞ്ഞെ, നീ ചുമട് ചുമന്ന് വലഞ്ഞവനല്ലേ? മോളെ, നീ ഒരുപിടി ചുമട് ചുമന്നവളല്ലേ? കഷ്ടപ്പാടിൻ്റെ ചുമടുകൾ, ദുരിതത്തിൻ്റെ ചുമടുകൾ, യാതനയുടെ ചുമടുകൾ, രോഗത്തിൻ്റെ ചുമടുകൾ, ഈ ബേർഡൻസ് എല്ലാം ചുമന്ന് നീ വലഞ്ഞവളല്ലേ എന്ന് കർത്താവ് പറയുന്നു. ഇനി നീ തന്നെത്താൻ ചുമട് ചുമക്കണ്ട. നീ സ്വതന്ത്രമായി എൻ്റെ കൂടെ നടന്നാൽ മതി. നിൻ്റെ ചുമട് ഞാൻ ഇതാ ഏറ്റെടുത്തുകൊള്ളാം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നിൻ്റെ ചുമട് ഞാൻ ഏറ്റെടുത്തുകൊള്ളാം. നിൻ്റെ നുകം ഞാൻ ഏറ്റെടുത്തുകൊള്ളാം. നിൻ്റെ അടിമത്ത് ഞാൻ ഏറ്റെടുത്തുകൊള്ളാം. കുഞ്ഞെ, നീയും ഭാരപ്പെട്ട് ഞരങ്ങേണ്ട. സ്തോത്രം. ഒന്നാമത്, കരച്ചിൽ മാറ്റാൻ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. രണ്ടാമത്, 20-ാം അധ്യായം 19-ാം വാക്യം. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളായ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനമെന്ന് അവരോട് പറഞ്ഞു. അപ്പോസ്തലന്മാർ അവർ പേടിച്ചിരിക്കുകയായിരുന്നു, വിറച്ചുകൊണ്ടിരിക്കുകയാണ്. യൂദാസ്കറിയോത്ത പോയി കഴിഞ്ഞല്ലോ. 11 പേര് പേടിച്ചിരിക്കുകയാണ്. നാഥനെ കൊന്ന യെരൂശലേമിലാണ് നമ്മൾ നിൽക്കുന്നത്. നാഥനെ വധിച്ച യെരൂശലേമിലാണ് നാം ജീവിക്കുന്നത്. തീർച്ചയായും നമ്മെ വിടുകയില്ല. നാം ഇതാ മരിക്കാനിരിക്കാൻ മതി. അവരുടെ ഉള്ളിൽ ഞടുക്കം, വലിയ നടുക്കമാണ്. ആ സംഭവങ്ങളുടെ ഓർമ്മയിലേക്ക് വരികയാണ്. കർത്താവിനെ പിടികൂടിയത്, കർത്താവിനെ കൊണ്ടുപോയത്, പീലാത്തോസിന് മുമ്പിൽ നിർത്തിയത്, പിന്നെ ഹേരോദാവിന് മുമ്പിൽ കൊണ്ടുപോയത്, പിന്നെ അന്നാവിൻ്റെ മുമ്പിൽ കൊണ്ടുപോയത്, പിന്നെ കയ്യഫാവിൻ്റെ മുമ്പിൽ കൊണ്ടുപോയത്, പിന്നെയും പീലാത്തോസിന് മുമ്പിൽ കൊണ്ടുവന്നത്. അങ്ങനെ വിസ്താരങ്ങളെല്ലാം അവരുടെ മനസ്സിലേക്ക് വരികയാണ്. എല്ലാം ഓരോന്ന് സ്വപ്നം കാണുന്നത് പോലെ അവർ അതെല്ലാം കണ്ടുകൊണ്ടിരുന്നതൊക്കെ ഓർമ്മയുണ്ട്. എന്നാൽ ഇപ്പോഴിതാ ആ യേശുവിനെ ക്രൂശിച്ചവർ കണ്ടു. കഷ്ടം, സമാധാനമില്ല, ഉള്ളിൽ സ്വസ്ഥതയില്ല. അപ്പോഴാണ് യേശു വന്ന് നടുവിൽ നിന്നു. വാതിലടച്ചിരിക്കുകയാണ്, ജനലടച്ചിരിക്കുകയാണ്, കടക്കാൻ പഴുതുമില്ല. പക്ഷേ കർത്താവായ യേശു ക്രിസ്തു അവരുടെ നടുവിൽ നിന്നു. സ്നേഹിതരെ, നിങ്ങൾക്ക് വിശ്വസിക്കാമോ? ചില തടസ്സങ്ങളുണ്ട് നിൻ്റെ ജീവിതത്തിൽ യേശു വരാൻ. വാതിലടച്ചിരിക്കുകയാണ്, ജനലടച്ചിരിക്കുകയാണ്. യേശുവിന് കടന്നു വരാൻ ചില തടസ്സങ്ങളുണ്ട്. പക്ഷേ യേശു ദിവ്യ തേജസ്സാണ്. ദിവ്യ തേജസ്സിൻ്റെ അത്ഭുത വ്യക്തിയാണ്. കർത്താവിന് എവിടെയും കടന്നു വരാം. കർത്താവ് പരിഭ്രാന്തരായിരിക്കുന്നവരുടെ നടുവിലേക്ക് കടന്നു വന്നു. ഭ്രമിച്ചിരിക്കുന്നവരുടെ നടുവിലേക്ക് കടന്നു വന്നു. ദുഃഖിതരായിരിക്കുന്നവരുടെ നടുവിലേക്ക് കടന്നു വന്നു. സ്വസ്ഥതയില്ലാതെ വലയുന്നവരുടെ അടുക്കായി കടന്നു വന്നു. അവരെല്ലാവരും അമ്പരപ്പോടെ ഇങ്ങനെ ഇരിക്കുകയാണ്, മിണ്ടാട്ടമില്ലാതിരിക്കുകയാണ്, ഒന്നും മിണ്ടുന്നില്ല. ദുഃഖം തളം കെട്ടിയ ഹൃദയത്തോടെ അവരിങ്ങനെ ഇരിക്കുമ്പോഴാണ് യേശു വന്ന് നടുവിൽ നിന്നത്. അവരത്ഭുതപ്പെട്ടത്. ആരാണിത്? അത്ഭുതം. 3 ദിവസം മുൻപ് അവിടെ ആ കാൽവറി മലയുടെ മുകളിൽ കുരിശിൽ തൂങ്ങിയ അതേ യേശു തന്നെയല്ലേ ഈ നിൽക്കുന്നത്? നമ്മുടെ കൂടെ 3.5 കൊല്ലം നടന്ന അതേ യേശു അല്ലേ ഈ നിൽക്കുന്നത്? ദൈവത്തിന് സ്തോത്രം. അവരത്ഭുതപ്പെട്ടു, അവർ വിറയലോടെ നിന്നു. അപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഹല്ലേലൂയ, നിങ്ങൾക്ക് സമാധാനം. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിഭ്രാന്തരായിരിക്കുന്നവരാരെല്ലാം ഉണ്ട്? നാളെ ഓർത്ത് ആകുലപ്പെട്ടിരിക്കുന്നവരാരെല്ലാം ഉണ്ട്? പരിഭ്രമിച്ച് വേദനപ്പെട്ടിരിക്കുന്നവരാരെല്ലാം ഉണ്ട്? നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ. അവനിത് അടുക്കലേക്ക് വന്നിട്ടുണ്ട്. അവൻ കരമുയർത്തുന്നു. നിങ്ങൾക്ക് സമാധാനം. എൻ്റെ കർത്താവേ, പോകുന്നതിന് മുമ്പ് കർത്താവ് പറഞ്ഞായിരുന്നു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ച് പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. കർത്താവ് ആ സമാധാനം ഒന്ന് കൊടുത്തത് എന്തിനാണെന്നറിയാമോ? കർത്താവ് ക്രൂസിലേക്ക് പോകുമ്പോൾ അവർ പരിഭ്രമിക്കാതിരിക്കാൻ വേണ്ടിയാണ്, അവർ വലഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഒരു അഡ്വാൻസായി അവർക്കൊരു സമാധാനം കൊടുക്കുകയാണ്. പക്ഷേ എന്നാലും അവർ പരിഭ്രമിച്ചു പോയി, അവർ ഭയപ്പെട്ടു പോയി, അവർ വെപ്രാളപ്പെട്ടു പോയി. ഇപ്പോഴാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾക്ക് സമാധാനം. ശിഷ്യന്മാർ ആ സ്നേഹത്തിൻ്റെ വാക്കുകളുടെ മുന്നിൽ തലകുനിച്ചു, സമാധാനത്തിൻ്റെ ശബ്ദത്തിന് മുന്നിൽ തലകുനിച്ചു. ഓ എൻ്റെ ദൈവമേ, ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവേ, ഇന്ന് ഈ വാക്കുകൾ കേൾക്കുന്ന എൻ്റെ ബഹുമാന്യ സഹോദരീ സഹോദരന്മാർ, ഈ യേശുവിൻ്റെ സമാധാനം അനുഭവിക്കുമോ? നിങ്ങളുടെ അരികത്ത് യേശു വന്നിട്ടുണ്ട്. സ്തോത്രം. ആ സമാധാനം അനുഭവിച്ചുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. യേശുവിൻ്റെ സമാധാനത്തിൻ്റെ മാധുര്യം ആസ്വദിച്ചുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് സ്വന്തമായിട്ട് വേറൊന്നുമില്ല. സ്വന്തമായിട്ടുള്ളത് യേശുവും യേശുവിൻ്റെ സമാധാനവും, സ്വന്തമായിട്ടുള്ളത് യേശുവും യേശുവിൻ്റെ രാജ്യവും, സ്വന്തമായിട്ടുള്ളത് യേശുവും യേശുവിൻ്റെ മക്കളും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സ്നേഹിതരെ, നിങ്ങൾ വിശ്വസിക്കൂ. നിങ്ങളുടെ അരികിലേക്ക് വന്ന യേശു പറയുന്നു, നിങ്ങൾക്ക് സമാധാനം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. മൂന്നാമത് എന്തിനാണ് യേശു ഉയർത്തെഴുന്നേറ്റത്? മൂന്നാമത് നമുക്ക് വായിക്കാം, 21-ാം വാക്യം. യേശു പിന്നെയും അവരോട്, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നുവെന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട്,
പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ. അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ എന്ന് പറഞ്ഞു. ആത്മാവിനെ സ്വീകരിപ്പീൻ, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ. ആശ്വാസം അവിടെ മാത്രമേ ഉള്ളൂ. പരിശുദ്ധാത്മാവ് വന്നാൽ എല്ലാ കെട്ടുകളും പൊട്ടും. മോളെ, നിനക്ക് ഉറക്കമില്ലാതിരിക്കുകയല്ലേ? പല പീഡകൾ നിൻ്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുകയല്ലേ? മോനെ, നിനക്ക് സ്വസ്ഥതയില്ലാതിരിക്കുകയല്ലേ? നാളെ ഓർക്കുമ്പോൾ നിനക്കൊരു വ്യാകുലം വരുന്നില്ലേ? ആദി വ്യാധികൾ നിന്നെ വലയം ചെയ്യുന്നില്ലേ? എന്നാൽ യേശു ക്രിസ്തു പറയുന്നു, സ്തോത്രം, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളു. യേശു അവരുടെ മേൽ ഊതി. എന്തുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ പ്രാർത്ഥിച്ചുകൂടാ? കർത്താവേ, നൂറ്റാണ്ടുകൾക്ക് മുൻപ് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരുടെ മേൽ ഊതിയ രക്ഷക, ഇന്ന് എൻ്റെ മേൽ നീ ഒന്ന് ഊതണമേ. നിങ്ങൾക്ക് പറഞ്ഞുകൂടെ? നിങ്ങൾക്ക് ചോദിച്ചുകൂടെ? നിങ്ങൾക്ക് യാചിച്ചുകൂടെ? നിങ്ങൾക്ക് അപേക്ഷിച്ചുകൂടെ? യേശു വരുമല്ലോ, യേശു ഊതുമല്ലോ, യേശു ആത്മാവിനെ പകരുമല്ലോ. ദൈവത്തിന് സ്തോത്രം. ദുരാത്മാക്കളെ ഓടിച്ചു കളയുമല്ലോ, ദുഷ്ടപിശാചുകളെ ഓടിച്ചു കളയുമല്ലോ. അസൂയയുടെ പിശാച്, അനർത്ഥത്തിൻ്റെ പിശാച്, ആപത്തിൻ്റെ പിശാച്, അത്യാഹിതത്തിൻ്റെ പിശാച്, അപകടത്തിൻ്റെ പിശാച്, എൻ്റെ ദൈവമേ അനാഥ പലതരത്തിലുള്ളതായ രോഗങ്ങളുടെ പിശാചുക്കളെല്ലാം മാറിപ്പോകുമല്ലോ. യേശു ഊതുമ്പോൾ, പരിശുദ്ധാത്മാവ് വരുമ്പോൾ സാത്താന്യ സേനകൾ വിഭ്രമിച്ചോടും. ദൈവത്തിന് സ്തോത്രം. യേശു ഊതുമ്പോൾ ദുഷ്ടപിശാചുക്കൾ മാറിപ്പോകും. ദൈവത്തിന് സ്തോത്രം. യേശു ഊതുമ്പോൾ പൈശാചിക ശക്തികൾ വിറകൊള്ളും. ഹല്ലേലൂയ. യേശു ഊതുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ഊതുകയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വസിക്കുകയാണ്, നിങ്ങളുടെ മേൽ ആവസിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്ന് ആവസിക്കുമ്പോൾ നിങ്ങളിൽ നിന്ന് ദുരാത്മഭീതികളെല്ലാം അകന്നകന്നു പോകും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. രോഗങ്ങൾ പോലും മാറും, ശരീരത്തിൽ രോഗങ്ങൾ മാറും. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവേ, ദൈവം ജീവിക്കുന്നു. പിന്നെ എന്തിനാണ് കർത്താവായ യേശു ക്രിസ്തു വന്നത്? നമുക്ക് നോക്കാം. ദൈവത്തിന് സ്തോത്രം. 24 വാക്യം അത് വായിക്കാം. എന്നാൽ യേശു വന്നപ്പോൾ 12 ഒരുവനായ ദിദിമോസ് എന്ന തോമാസ് അവരോട് ഉണ്ടായിരുന്നില്ല. മറ്റേ ശിഷ്യന്മാർ അവനോട്, ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞാറേ, ഞാൻ അവൻ്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരലിടുകയും അവൻ്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് അവൻ അവരോട് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഈ കൂട്ടായ്മയിൽ ഒരിക്കലും ആബ്സെൻ്റ് ആകരുത്. ആത്മാവിൻ്റെ കൂട്ടായ്മയിൽ എന്നും നിങ്ങൾ പങ്കെടുക്കണം. കാരണം എപ്പോഴാണ് അത്ഭുതം നടക്കുന്നത് ആർക്കറിയാം? അന്ന് യേശു വന്നപ്പോൾ തോമസ് അവിടെ ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ് ഇല്ലാത്തത് നമുക്ക് അറിഞ്ഞുകൂടാ. സംശയിച്ച് മാറിയതാണോ നമുക്ക് അറിഞ്ഞുകൂടാ. എന്തോ നിരാശപ്പെട്ട് മാറിയതാണ് ആയിരിക്കാം. യേശു മരിച്ചു പോയല്ലോ, ക്രൂശിക്കപ്പെട്ടല്ലോ, സങ്കടമുണ്ടായിരിക്കാം. അന്ന് കൂട്ടായ്മയിൽ തോമസ് ലീഗ ആബ്സെൻ്റ് ആയിരുന്നു. അപ്പോൾ വായിക്കുന്നതിനെയാണ്, യേശു വന്നപ്പോൾ 12 ഒരുവനായ ദിദിമോസ് എന്ന തോമാസ് അവരോടുണ്ടായിരുന്നില്ല. മറ്റേ ശിഷ്യന്മാർ അവനോട്, ഞങ്ങൾ കർത്താവിനെ കണ്ടു. സ്തോത്രം. അവർക്കിത് കണ്ടപ്പോൾ ഉണ്ടായ സന്തോഷം കൊണ്ട് തോമാസിനെ പോയി കണ്ടു. തോമാസിനോട് പറഞ്ഞു, അയ്യോ നീ വരാഞ്ഞ് നഷ്ടമായിപ്പോയി. അയ്യോ നീ വന്നിരുന്നെങ്കിൽ എന്തൊക്കെയായിരുന്നു നടന്നത്? യേശു ഞങ്ങളുടെ മേൽ ഊതി, ഞങ്ങൾക്ക് സമാധാനം തന്നു, ഞങ്ങളുടെ ഉള്ളം പ്രസന്നമായി, ഞങ്ങളുടെ ദുഃഖം മാറിപ്പോയി. യേശു ജീവിക്കുന്നുണ്ട്, യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നുണ്ട്. 3 ദിവസം മുമ്പ് ക്രൂശുമേൽ കിടന്ന് പിടഞ്ഞവൻ, എല്ലാം പൂർത്തീകരിച്ച് ക്രൂശുമേൽ കിടന്ന് പിടഞ്ഞവൻ, തല ചായ്ച്ച് പിതാവിൻ്റെ കയ്യിലേക്ക് ആത്മാവിനെ ഏൽപ്പിച്ച് കൊടുത്തവൻ ഇന്നും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നുണ്ട്. സത്യം, ഞങ്ങൾ നേരിട്ട് കണ്ടു, ഞങ്ങൾക്ക് യേശുവിനെ കണ്ടു എന്ന് പറഞ്ഞാറേ, ഞാൻ അവൻ്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരലിടുകയും അവൻ്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്നവൻ പറഞ്ഞു. ഞാൻ നേരിട്ട് കാണാതെ ഞാൻ വിശ്വസിക്കുകയില്ല. ആണിപ്പഴുത് കാണണം, ആ വിലാപ്പുറത്ത് കൈയിടണം, അങ്ങനെ ഞാൻ വിശ്വസിക്കും. എനിക്ക് വിട്ടിത്തത്തിൽ എന്നെ കിട്ടുകയില്ല, ഈ മണ്ടത്തരത്തിൽ എന്നെ കിട്ടുകയില്ല. അല്പം ശാസ്ത്രബോധം ഉള്ള ആളാണ് ഞാൻ. ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ കണ്ണടച്ചങ്ങ് വിശ്വസിക്കാൻ അത്ര ചെറുതല്ല ഞാൻ. തോമസിലെ പറഞ്ഞതാണ്, ഞാൻ വിശ്വസിക്കുകയില്ല, എന്ത് പറഞ്ഞാലും ശരി ഞാൻ വിശ്വസിക്കില്ല, ഞാൻ നേരിട്ട് കാണണം. സ്തോത്രം. വന്നവരും കർത്താവോടെ ഇല്ലല്ലോ. പക്ഷേ നിത്യനായ ദൈവം തോമസ് ലീഗ പറഞ്ഞത് കേട്ടു. തോമസ് കർത്താവോടെ വന്നിട്ടില്ല. പക്ഷേ മനുഷ്യൻ പറയുന്നത്, മനുഷ്യൻ ചിന്തിക്കുന്നതിൽ അറിയുന്നതിലെ ദൈവം കർത്താവ് കേട്ടു. അടുത്ത് 8 ദിവസം കഴിഞ്ഞിട്ട് വായിച്ചോ. 8 ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്ത് കൂടിയിരിക്കുമ്പോൾ തോമാസും ഉണ്ടായിരുന്നു. വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട്, നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞു. പിന്നെ തോമാസിനോട്, നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എൻ്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്ത് ഇടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അന്ന് തോമസ് ലീഗ മറ്റ് ശിഷ്യന്മാരോട് പറഞ്ഞതെല്ലാം കർത്താവ് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, നിൻ്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എൻ്റെ കൈകളെ കാണുക, നിൻ്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്തിടുക, അവിശ്വാസിയാകാതെ
വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു. എന്തൊരു സ്നേഹം! അവിശ്വസിച്ച് പോയെങ്കിലും കർത്താവ് തള്ളിക്കളഞ്ഞില്ല. ഒരു സംശയം വന്നെങ്കിലും കർത്താവ് തള്ളിക്കളഞ്ഞില്ല. ഒരു അവിശ്വാസം വന്നെങ്കിലും കർത്താവ് ഇറക്കി വിട്ടില്ല. കർത്താവ് സ്നേഹത്തോടെ വീണ്ടും വന്നു, സ്നേഹത്തോടെ പിന്നെയും വന്നു. അന്ന് വന്നത് തോമാസിലേക്ക് വേണ്ടിയായിരുന്നു, ഒരവിശ്വാസിയെ വീണ്ടെടുക്കാൻ വേണ്ടിയായിരുന്നു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഒരവിശ്വാസി അവിടെ ഉണ്ട് എന്ന് കർത്താവിന് അറിയാം. തോമാസ് ലീഹ ഒരു അവിശ്വാസിയായി പോയി എന്നറിയാം. എന്നാൽ കർത്താവ് അതല്ല കാണുന്നത്. ഈ അവിശ്വാസി ഇപ്പോഴുള്ള സ്ഥിതിയല്ല കാണുന്നത്. വർഷങ്ങൾക്ക് ശേഷം ഈ മലങ്കരയിലേക്ക് വന്ന് മൈലാപ്പൂരിൽ കുന്തമേറ്റ് ശൂലമേറ്റ് മരിച്ച് രക്തസാക്ഷിയായി തീരുന്ന തോമാസ് ലീഹയാണ് കർത്താവ് അപ്പോൾ കാണുന്നത്. വരാൻ പോകുന്ന കാര്യങ്ങൾ കർത്താവ് കാണുകയാണ്. രക്തസാക്ഷിയാകാൻ പോകുന്ന കാര്യങ്ങൾ കർത്താവ് കാണുകയാണ്. നിത്യനായ ദൈവം എല്ലാം കാണുന്നു. ദൈവത്തിന് സ്തോത്രം. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമാസ് ലീഹ വാ വിട്ട് കരഞ്ഞോട് പറഞ്ഞു, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ. സ്തോത്രം. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ. ഇന്ന് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ വിശ്വാസികളായി തീരുക. യേശു ക്രിസ്തു ജീവിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ക്രിസ്തുവിൻ്റെ പിന്നാലെയാണ് നാം പോകുന്നത്. നാം വേറെ ഒരു സാധാരണ മനുഷ്യൻ്റെ പിന്നാലെയല്ല പോകുന്നത്, ഒരു സാധാരണ കൂട്ടായ്മയുടെ പിന്നാലെയല്ല പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിൻ്റെ പിന്നാലെയുമല്ല പോകുന്നത്. സത്യം ഞാൻ നല്ലപോലെ അറിയുന്നു. ഞാൻ പോകുന്നത് ഗോകുൽത്തായിൽ എനിക്ക് വേണ്ടി മരിച്ച കർത്താവായ യേശുവിൻ്റെ പിന്നാലെയാണ്. സ്തോത്രം. ഞാൻ മനുഷ്യരെ നോക്കുന്നില്ല, മനുഷ്യരെ കാണുന്നില്ല. മനുഷ്യരോ എല്ലാവരും ബലഹീനർ. ഓരോ തരത്തിലുള്ളതായ ബലഹീനതകളോ അവിശ്വാസങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം കർത്താവ് നോക്കട്ടെ. എന്നാൽ ഒന്ന് മാത്രം എനിക്കറിയാം, എന്നെ പൂർത്തീകരണത്തിലേക്ക് നയിക്കാൻ ശക്തനായ യേശുവിന് പിന്നാലെ ഞാൻ പോകുന്നു. എന്നെ പൂർത്തീകരണത്തിലേക്ക് നയിക്കാൻ ശക്തനായ യേശുവിൻ്റെ പിറകെ ഞാൻ പോകുന്നു. യേശു എന്നെ നയിക്കും. അവൻ വിളിച്ചിറക്കിയവനാണ്, വഴിയിലിട്ടിട്ട് പോവുകയില്ല. അവൻ ഗോകുൽത്തായെക്കുറിച്ച് മരിച്ചവനാണ്, പക്ഷേ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവനാണ്. ദൈവത്തിന് സ്തോത്രം. ഗലീല കടലിൽ മീൻ പിടിച്ചുകൊണ്ടിരുന്ന പത്രോസിനെ വിളിച്ചവനാണ്. അവൻ അദ്യത്തോളം പത്രോസിനോട് ഇരിക്കുമെന്ന് വാക്ക് പറഞ്ഞാണ് വിളിച്ചത്. ദൈവത്തിന് സ്തോത്രം. ആ ഒരു ഉറപ്പ് പത്രോസിനുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഈ ഉറപ്പാണ്. നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാകുന്നു, നിങ്ങളെ വിളിച്ചിറക്കിയവൻ വിശ്വസ്തനാകുന്നു. ഇന്ന് നിങ്ങളെ അവൻ പേർ ചൊല്ലി വിളിക്കുകയാണ്. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. നിങ്ങളെ ആളാമ്പതി അവൻ വിളിക്കുകയാണ്. ഓരോരുത്തരെയും യേശു വിളിക്കുകയാണ്. യേശു എന്ന് വിളിക്കുന്നു. ഈ സമയം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ, എൻ്റെ കർത്താവും എൻ്റെ രക്ഷകനുമായുള്ളവേ, എൻ്റെ കർത്താവും എൻ്റെ ഉടമസ്ഥനുമായുള്ളവേ, എൻ്റെ നാഥ, എൻ്റെ യേശുവേ, എൻ്റെ അപ്പ, എൻ്റെ നാഥ, എൻ്റെ കർത്താവേ, നീ എൻ്റെ യജമാനാണ്, നീ എൻ്റെ ലോഡാണ്, നീ എൻ്റെ നാഥനാണ്, നീ എൻ്റെ ഉടമസ്ഥനാണ്, നീയാണ് എൻ്റെ എല്ലാം. എൻ്റെ സ്വത്ത് നീയാണ് കർത്താവേ, എൻ്റെ ഭാവി നീയാണ് യേശുവേ, എൻ്റെ നിത്യത നീയാണ്, നിത്യത യേശുവേ നീയാണ്. നീ ഇല്ലാത്ത ലോകത്തേക്ക് പോകാൻ ഈ ഇട വരല്ലേ കർത്താവേ. നീ വസിക്കുന്ന ലോകത്തേക്ക് ഞാനും ആനയിക്കപ്പെടണമേ കർത്താവേ. അതിനായി നീ വിശുദ്ധീകരിക്കണമേ. പ്രാർത്ഥിക്കൂ പ്രിയ ദൈവജനമേ, കരയൂ, ദൈവത്തോട് പറയൂ. അവങ്കിലേക്ക് നോക്കിക്കൊണ്ട് പ്രകാശിതരായി തീരൂ. അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി. അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഇപ്പോൾ നിങ്ങൾ യേശുവിലേക്ക് നോക്കുക. ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ക്രിസ്തുവിൻ്റെ അരികത്ത് വന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് യേശുവിലേക്ക് നോക്കുക. യേശു നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കും. യേശു നിങ്ങളുടെ ആത്മാവിൻ്റെ മരണാവസ്ഥയിൽ നിന്ന് നിങ്ങളെ ജീവിപ്പിക്കും. യേശു നിങ്ങൾക്ക് പുതിയ ജീവൻ തരും. യേശു നിങ്ങൾക്ക് പുതിയ പേര് തരും. യേശു നിങ്ങൾക്ക് പുതിയ ആകാശവും പുതിയ ഭൂമിയുള്ള നിത്യതയിലേക്ക് പ്രവേശിപ്പാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ തരും. കർത്താവിൻ്റെ തിരുരക്തങ്ങളെ കഴുകും. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനെ, മഹാപരിശുദ്ധനായ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. തിരുവചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വചനം കേട്ട എല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ കർത്താവേ. ഈ വചനം കേട്ട എല്ലാവരും അവിടുത്തെ രണ്ടാമത്തെ വരയിൽ പറന്നു വരുവാൻ യോഗ്യരായി തീരണമേ കർത്താവേ. വിശുദ്ധീകരിക്കണമേ. എല്ലാവരെയും നന്മകളാൽ നിറയ്ക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവരോടെ കേൾക്കണം പിതാവേ.